അസ്സലാമു അലൈക്കും. ബഹുമാരെ, സദസ്സിൽ ആവശ്യത്തിലുപരി സ്ഥലസൗകര്യമുണ്ടായിട്ടും റോഡിൽ നിൽക്കുന്നവരോട് വളരെ വിനയത്തിൻ്റെ ഭാഷയിൽ അപേക്ഷിക്കുകയാണ് ഈ സദസ്സ് മംഗളമാക്കുവാൻ, ഈ സദുദ്യമം വിജയിപ്പിക്കുവാൻ ഇവിടെ എത്തിച്ചേർന്നവർ മുഴുവനും മഹത്തായ സദസ്സിലേക്ക് കടന്നിരിക്കണമെന്ന് വിനീത ഭാഷയിൽ അപേക്ഷിക്കുകയാണ്, അഭ്യർത്ഥിക്കുകയാണ്. ബഹുമാന്യരെ, ഈട്ടിപ്പാറ മഹല്ല് പല്ലാരിമംഗലം പഞ്ചായത്തിലെ ഏറ്റവും അവസാനമായി രൂപം കൊണ്ട ഒരു കൊച്ചു മഹല്ലാണ്. കേവലം 110 കുടുംബങ്ങൾ മാത്രം അംഗത്വമെടുത്തിട്ടുള്ള ഈ കൊച്ചു മഹല്ല് പിറന്നിട്ട് 10 വർഷം പൂർത്തിയായിരിക്കുന്നു. എന്തുകൊണ്ട് ഒരു മഹല്ല് വാർഷികമെന്ന് ഹെഡിങ് കൊടുത്തു എന്ന് പലരും ചിന്തിക്കുന്നുണ്ടാകാം. ഇന്ന് കാലികമായി വളരെ വ്യക്തമായി ഞാനൊരു കാര്യം സൂചിപ്പിക്കുകയാണ്. ഇവിടെ അതിന് തുടക്കം വെച്ചതുകൊണ്ട് പറയുകയല്ല, മറ്റെന്തിനേക്കാളും ഏറ്റവും ആവശ്യമായി വന്നിട്ടുള്ളത് മഹല്ലുകളുടെ ഇതുപോലുള്ള സംഗമങ്ങളാണ്. മഹല്ലുകൾ വർഷത്തിലോ അല്ലെങ്കിൽ 2 വർഷത്തിലോ 5 വർഷത്തിലോ ഇതുപോലെ ഒരുമിച്ച് കൂടുകയും, മഹല്ല് എന്ന് പറഞ്ഞാൽ ആദ്യം ഞാൻ സൂചിപ്പിച്ചതുപോലെ 110 പേരോ 500 പേരോ അല്ലെങ്കിൽ 1000 പേരോ ഉൾക്കൊള്ളുന്ന ഒരു മഹാസഭയ്ക്ക് നേതൃത്വം നൽകുന്ന, അവിടെ ഉരുത്തിരിയുന്ന കാര്യങ്ങളെക്കുറിച്ചും ആ നാടിൻ്റെ വളർച്ചയെക്കുറിച്ചും ഇസ്ലാമിൻ്റെ ഇസ്സത്തിനെക്കുറിച്ചും ആവശ്യമായ കാര്യങ്ങളെക്കുറിച്ച് സമയാസമയങ്ങളിൽ സംസാരിച്ച് ചർച്ച ചെയ്ത് പരിഹരിച്ച് നാടിൻ്റെ ഐക്യവും സുരക്ഷിതമായ ഭാവിയും ഉണ്ടാക്കുന്നതിന് ഇത്തരം സംരംഭങ്ങൾ വളരെ അനിവാര്യമായി തോന്നി എന്നതുകൊണ്ടാണ് മഹത്തായി ഈ പരിപാടി ഇവിടെ സംഘടിപ്പിച്ചത്. അതിലുപരി ബഹുമാനപ്പെട്ട ഇന്ന് ഈ വേദിയിൽ മുഖ്യപ്രഭാഷണം നടത്തുന്ന കാസിമി ഉസ്താദ് അവർകൾ വളരെ തിക്കും തിരക്കുമുള്ള കേരളത്തിലെമ്പാടും ഒരുപാട് സദസ്സുകൾ ദൈനംദിനം കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന ബഹുമാനനായ ഉസ്താദ് തൊട്ടടുത്ത് കോതമംഗലത്തെ മാസത്തിൽ ഒരു പ്രാവശ്യം വരുന്നുണ്ട്. ആ പരിപാടി വളരെ വിജയകരമായി അൽഹംദുലില്ലാഹ് കോതമംഗലത്തെ സംബന്ധിച്ചിടത്തോളം ഇതുപോലെ ഒരാവശ്യവുമായി സംഘടിക്കുന്നൊരു വേദി ഇതിന് മുമ്പുണ്ടായിട്ടുണ്ടോ എന്ന് സംശയിക്കും വിധം ഈ കോതമംഗലത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കോതമംഗലം ടൗണിനെ എൻ്റെ സഹോദരിമാർ, ഒരുപാട് സഹോദരിമാർ ഈ പ്രദേശത്തുനിന്നും നെല്ലിക്കുഴി അതുപോലുള്ള പ്രദേശങ്ങളിൽ നിന്നും സഹോദരിമാർ ചോദിച്ചറിഞ്ഞ് ഫോണിലൂടെ വിളിച്ചറിഞ്ഞ് ആ സമയം നോക്കി കണ്ട് കോതമംഗലത്തെത്തി ഓരോ മാസവും പരിപാടികൾ വൻ വിജയമാക്കി തീർക്കുമ്പോൾ ഇത്തരം പരിപാടികൾ ഈ കൊച്ചു ഗ്രാമത്തിൽ സംഘടിപ്പിച്ച് ഇവിടുത്തെ ഉമ്മമാർക്കും വേണ്ടപ്പെട്ടവർക്കും കാണുവാനൊരു അവസരം ഞങ്ങൾ വളരെ ആഗ്രഹിച്ചു കൊതിച്ചു. അതിൻ്റെ ഫലമായി ബഹുമാനപ്പെട്ട ഉസ്താദിനോട് പല പ്രാവശ്യം ആവശ്യപ്പെട്ടപ്പോഴും വളരെ തിരക്കേറിയിട്ടും വളരെ നിർബന്ധത്തിന് വഴങ്ങി സമയമില്ലാഞ്ഞിട്ട് ഒരു ദിവസം ഇതിനു വേണ്ടി മാത്രം സമയം പാഴാക്കിക്കൊണ്ട് വളരെ വിലപ്പെട്ട സമയങ്ങൾ പാഴാക്കിക്കൊണ്ടാണ് ഇന്ന് ഇവിടെ നമ്മുടെ മുന്നിൽ എത്തിച്ചേർന്നിട്ടുള്ളത്. തീർച്ചയായും ഞങ്ങളിത് സന്തോഷിക്കുന്നു, അഭിമാനിക്കുന്നു. കാരണം കേരളത്തിലെമ്പാടും ഇന്ന് പ്രസംഗ രംഗത്ത്, ഖുർആൻ പഠന പ്രഭാഷണ രംഗത്ത് വളരെ വിജയകരമായ സദസ്സുകൾ സംഘടിപ്പിച്ച് ജനങ്ങളെ ബോധവൽക്കരിച്ചുകൊണ്ടിരിക്കുന്നതിന് നേതൃത്വം നൽകുന്ന ബഹുമാനനായ ഉസ്താദ് അവർക്ക് ദീർഘായുസ്സും ആഫിയത്തും അള്ളാഹു പ്രദാനം ചെയ്യട്ടെ എന്ന് ആത്മാർത്ഥമായി ഞാൻ പ്രാർത്ഥിക്കുന്നതോടൊപ്പം നിങ്ങളോടുകൂടി ഞാൻ പറയുന്നു, സദാ നാം ആ പ്രാർത്ഥന നമ്മളിൽ ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഈ കൊച്ചു ഗ്രാമം, അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം, അദ്ദേഹത്തിൻ്റെ ശബ്ദം കേൾക്കാൻ ഒരവസരം ലഭിച്ചു എന്നതാണ് നമുക്ക് ഏറ്റവും വലിയ മഹാഭാഗ്യം. അതുകൊണ്ട് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ബഹുമാനായ MLA ഇവിടെയുണ്ട്. ഞാൻ എൻ്റെ കടമയിലേക്ക് നിർവഹിക്കുകയാണ്. പലരും ദർസ് വാർഷികം എന്ന് പറഞ്ഞ് പലർക്കും എന്തോ തെറ്റിദ്ധാരണകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഒരിക്കലും ഞങ്ങളൊരു ദർസിൻ്റെ മഹലിൻ്റെ വാർഷികമോ അല്ലെങ്കിൽ അതൊന്നുമല്ല ഇതിനകത്ത് ലക്ഷ്യം വെച്ചത്. 10 വർഷം പിന്നിട്ട ഈ മഹലിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ സാന്ദർഭികമായ ഒരു കാര്യം ഉണർത്തുകയാണ്. കേവലം 110 വീട്ടുകാർ, അവർ തന്നെയോ സാമ്പത്തികമായോ വളരെ പിന്നോക്കം നിൽക്കുന്നവർ, സ്വന്തമായ ഒരു വ്യവസായമോ അല്ലെങ്കിൽ ഒരു ഗൾഫ് മേഖലയുടെ അതിപ്രശ്നമോ ഇതൊന്നുമില്ലാത്ത തികച്ചും കൂലിവേലക്കാർ മാത്രം താമസിക്കുന്ന ഈ കൊച്ചു ഗ്രാമത്തിൽ ഇത്തരം ഒരു പള്ളി ഉണ്ടാക്കുവാനും അവിടെ ജുമാ സ്ഥാപിച്ച് 10 വർഷം പൂർത്തീകരിക്കുവാനും മഹാനായ കുന്നത്തേരി തങ്ങളവരുടെ സലാത്ത് 10 വർഷം തുടർച്ചയായി മുടക്കം കൂടാതെ പൂർത്തീകരിക്കുവാനും സാധിച്ചു എന്നതിലാണ് ഈ നാട്ടുകാർക്കും ഈ പാവപ്പെട്ടവർക്കുമുള്ള ഏറ്റവും അതിയായ സന്തോഷം. അൽഹംദുലില്ലാഹ്, ഈ വേളയിൽ നിങ്ങളോട് പറയാനുള്ളത്, ഈ മഹലിന് ഒരുപാട് പോരായ്മകളുണ്ട്. ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ ഇനിയും മുന്നോട്ട് പോകാനുണ്ട്. തികച്ചും ഈ നാട്ടുകാരായ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കഴിയാത്ത ഒരുപാട് ആഗ്രഹാഭിലാഷങ്ങൾ ഞങ്ങളുടെ മുന്നിലുണ്ട്. പക്ഷേ ഇതിനു മുമ്പ് ഞങ്ങൾക്ക് കഴിയാത്ത കാര്യങ്ങളെ സഹായിച്ച ധാരാളം ആളുകളോട് ഞങ്ങൾക്ക് ഒരുപാട് കടമകളും കടപ്പാടുകളുമുണ്ട്.
ഇതുമായി പ്രവർത്തിച്ച ധാരാളം ആളുകൾ ഞങ്ങളിൽ നിന്ന് വേർപിരിഞ്ഞു പോയിട്ടുണ്ട്. ഇവിടെ ഒരു ഖബർസ്ഥാൻ സ്ഥാപിച്ചു. അൽഹംദുലില്ലാ 28 പേർ ഇന്ന് ആ ഖബർസ്ഥാനിൽ അന്ത്യവിശ്രമം കൊള്ളുന്നുണ്ട്. അതോടൊപ്പം ഇതുമായി ബന്ധപ്പെട്ട പലരും പല്ലാരിമംഗലം ഖബർസ്ഥാനിൽ അന്ത്യവിശ്രമം കൊള്ളുന്നുണ്ട്. ഇവരെ എല്ലാവരെയും സ്മരിച്ചുകൊണ്ട് അവരുടെ മഖഫറത്തിന് വേണ്ടി ദുആ ചെയ്തുകൊണ്ടാണ് ഈ പരിപാടിക്ക് തുടക്കം കുറിച്ചത്. ഞങ്ങൾക്ക് ഒരുപാട് കടമയും കടപ്പാടുകളും അവരുണ്ട്. കാരണം ഒരു കാലത്ത് ഒന്നുമല്ലാതിരുന്ന വെറും പാവപ്പെട്ടവർ മാത്രം താമസിക്കുന്ന ഈ പ്രദേശത്ത് ഒരു പള്ളി എന്ന ലക്ഷ്യവുമായി രംഗത്തിറങ്ങിയപ്പോൾ അതിനു വേണ്ടി വയസ്സോ അല്ലെങ്കിൽ സമ്പത്തോ അല്ലെങ്കിൽ പ്രായാധിക്യമോ യാതൊന്നും വകവയ്ക്കാതെ ചെറുപ്പക്കാരെ പോലെ ഓടി നടന്ന് പ്രവർത്തിച്ച് ഞങ്ങൾക്ക് നേതൃത്വം നൽകിയ ബഹുമാന്യരായ പലരും ഞങ്ങളെ വിട്ടുപിരിഞ്ഞു പോയി. അവരെ ഓർക്കാനും അവർക്ക് വേണ്ടി ദുആ ചെയ്യുവാനും അതേപോലെ ഈ പ്രസ്ഥാനത്തിന് വേണ്ടി ഈ മഹലിന് വേണ്ടി സഹായിച്ച ഒരുപാട് ആളുകളുണ്ട്. അവരെ ഓർക്കുവാനും അവർക്ക് വേണ്ടി പ്രവർത്തിക്കുവാനും ഇത്തരം വേദികൾ സംഘടിപ്പിക്കുക. അതിലുപരി ഇതിനകത്ത് മറ്റു പേരോ പ്രശസ്തിയോ മറ്റൊന്നും ഞങ്ങളുടെ മുന്നിലില്ല. അവരെ ഓർക്കുക, മഹാന്മാരെ കൊണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥനകൾ അർപ്പിക്കുക. ഇതിനുവേണ്ടി സഹായിച്ചവരെ ഓർക്കുക, അവർക്ക് വേണ്ടി മഹാന്മാരെ കൊണ്ട് പ്രാർത്ഥനകൾ അർപ്പിക്കുക, ദുആ ചെയ്യിപ്പിക്കുക. ഇതാണ് ഈ പരിപാടിയുടെ നമുക്ക് ലക്ഷ്യം. ഇതുമായി ഇറങ്ങിത്തിരിച്ചപ്പോൾ ഞങ്ങളെ സഹായിച്ച ഒരുപാട് ആളുകളുണ്ട്. ഇപ്പോൾ ഈ മഹലിൽ ഇത്തരം ഒരു പരിപാടി സംഘടിപ്പിക്കാൻ ഇതുപോലെ ഈ പ്രതികൂലമായ കാലാവസ്ഥയിൽ ഇതുപോലെ പന്തലുകളിട്ട് ഇതുപോലെ ഒരു പരിപാടി സംഘടിപ്പിക്കുവാൻ സാമ്പത്തികമായി വളരെ പിന്നോക്കം നിൽക്കുന്ന ഞങ്ങൾക്ക് തീരെ കഴിയാത്ത ഒന്നാണ്. പക്ഷേ ഞങ്ങൾക്ക് സഹായവും അതിനുള്ള പ്രോത്സാഹനം ചെയ്ത ഒരുപാട് നല്ലവരായ ആളുകൾ ഈ മഹലിൻ്റെ സമീപവാസികളുണ്ട്. അവരോടെല്ലാം ഒരുപാട് കടമകളും കടപ്പാടുകളും ഞങ്ങൾക്കുണ്ട്. അവരുടെ എല്ലാം സഹായം സർവശക്തനായ അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അതിനർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവരെയും നമ്മെയും നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. അവരെയും നമ്മയും അല്ലാഹു എല്ലാ നിലയിലും സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുവാൻ മാത്രമാണ് ഞങ്ങൾക്ക് കഴിയുന്നത്. മേലിലും നിങ്ങളുടെ എല്ലാവിധ സഹായ സഹകരണങ്ങളും ഞങ്ങൾക്ക് അനിവാര്യമാണ്. അതോടൊപ്പം ഞങ്ങൾ ഈ മഹലിൻ്റെ പ്രശ്നങ്ങളുമായി സമീപിക്കുമ്പോൾ തികഞ്ഞ വിശാലമായ മനസ്ഥിതിയോടെ സഹായബുദ്ധിയോടെ ഞങ്ങളോട് സഹകരിക്കുവാൻ എല്ലാവർക്കും കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചു.